അപ്പോൾ രാവിലെ ഇഞ്ചിയൊക്കെ ഒന്നിട്ട് ചതച്ച് ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തവിയും കൊണ്ട് അതൊന്ന് കോരി ഒഴിച്ചിങ്ങനെ ആ ചായപ്പൊതിയൊക്കെ ഒന്ന് ഇറങ്ങുന്നിടം വരെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ റേച്ചാൻ വന്നു. പിന്നെ റേച്ചാനും ചായയൊക്കെ കൊടുത്തു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം വറക്കാനും 3 എണ്ണം വഴട്ടാനും ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 കിലോ ചിക്കൻ്റെ കണക്കാണ്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ ടൊമാറ്റോയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ആ അരിഞ്ഞ സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാൻ നിൽക്കരുത്. ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനെങ്കിൽ കോരിയെടുക്കണം. കറുത്ത് പോയാൽ പിന്നെ കറിക്ക് തന്നെ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വറുത്ത് അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം ഞാനിവിടെ ഇതിലേക്ക് ഒരു ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം നമ്മൾ ആ 3 സവാളയും ആ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലേക്ക് എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഉള്ളത് കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ കശകശയും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇങ്ങനെ വറുത്തതില്ലെങ്കിൽ ഒരു ഇച്ചിരി തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഈ വഴന്ന് വന്ന ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് ആ പേസ്റ്റ് കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് പോകാനായിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ചിക്കൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നേ. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കിസ്മസ് കൂടെ അരയ്ക്കണമായിരുന്നു. അത് അരയ്ക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് മധുരം ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർക്കണ്ട. പക്ഷേ നമ്മൾ ആ തേങ്ങയൊക്കെ അരച്ച സമയത്ത് ഇതുകൂടെ ചേർത്ത് ഈ അപ്പം ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പം ഞാനൊരു 10 കിസ്മസ് കൂടി ഇപ്പോൾ അരച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് വറക്കണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാൻ ഇച്ചിരി കടുക് വറക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നി അതിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതൂടെ ചേർത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ അതിൽ ക്ലിപ്പ് കിട്ടിയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയേ. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആയതിനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.